ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇതിൽ സ്പെഷ്യൽ ആയിട്ട് എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ എനർജി മാത്രമാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണതെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ക്യാൻസർ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ഈ പേഴ്സൻ്റെ കൂടെ, ലവേഴ്സ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ലവേഴ്സ് ജെമിനി എനർജിയാണ്. പക്ഷേ ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയും ആവാം. ഓക്കെ, ഞാനിവിടെ കാണുന്നത് നിങ്ങളും ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു റീകൺസിലിയേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇല്ലച്ച ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, ഇല്ലച്ചൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി സ്റ്റേബിൾ എനർജിയാണ്, വെരി ഗ്രൗണ്ടഡ് എനർജിയാണ് ഇത്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? പക്ഷേ കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ റീകൺസിലിയേഷൻ ഉണ്ടായി, പക്ഷെ എവിടെയോ ഇവിടെ സ്ലോ മൂവിങ് എനർജിയാണ്. കൺസിസ്റ്റൻസി ഉണ്ട്, റൂട്ടീൻ മാതിരി ഒരു എനർജി ഉണ്ട്, പക്ഷേ കുറച്ച് സ്ലോ ഡൗൺ ആയി ഈ റിലേഷൻഷിപ്പിൽ. കാര്യങ്ങൾ ഇപ്പം മുമ്പത്തെ മാതിരി മുമ്പോട്ട് പോകണില്ല. പറഞ്ഞാൽ കുറേ ഒരു സ്റ്റാഗ്നൻസി, പറഞ്ഞാൽ സ്റ്റാഗ്നൻറ്റും പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ രണ്ടാളും കുറച്ച് വിഡ്രോ ചെയ്തു. ഓക്കെ, മുമ്പത്തെ മാതിരി അത്ര കോണ്ടാക്റ്റ് ഇല്ലാത്ത പോലെ. 9 ഓഫ് കപ്സ് ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്താണ് ഈ വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവിടെ? 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും വിഷ് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു മാരേജ് ഇല്ല വെച്ചാൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ രണ്ടാളും പ്രേ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ഇത് സപ്പോർട്ട് ചെയ്യണം എന്ന്, അങ്ങനത്തെ ഒരു വിഷായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിലുണ്ടായേ? നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല ചെറു വലിയ റെവലേഷൻ, എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. ഈ വലിയ ചേഞ്ച് എന്തായിരുന്നു? എംപ്രർ എനർജി, ഏരീസ് എനർജി കാണാണ്ട് ഇവിടെ. ഇല്ലച്ചാ വേറെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ആവാം, ഫാമിലി മെമ്പർ ആവാം, ഇല്ലച്ചാ വേറെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഈ വലിയ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളുടെയും എനർജി കുറേ ഒരു ഡിസ്കണക്റ്റഡ് ആയ മാതിരി ഒരു എനർജി ആയി പോയി. ഒരു സെപ്പറേഷൻ എനർജി ഞാൻ പാസ്റ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരുന്നു. കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ബാലൻസ്ഡ് എനർജിയാണ്, ഹീലിംഗ്ഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും എവിടെയോ പാസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മറന്നിട്ട് നിങ്ങളിപ്പോൾ ആദ്യം റീകൺസൈൽ ചെയ്യാൻ നോക്കണു. ഇല്ല വെച്ചാൽ റീകൺസിലിയേഷൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടും കാര്യങ്ങൾ കുറേ സ്ലോലി ആണ് മുമ്പോട്ട് പോകണേ. അത്ര മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ അത്ര ആയിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ ചാലഞ്ചായിട്ട് വരണത്? ചാലഞ്ച് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ ലിയോ എനർജി സ്ട്രോങ് ആയിട്ട് കാണാണ്ട്. എന്താണ് ഈ സ്ട്രെങ്ത്തും? അപ്പോൾ എന്തോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് നിങ്ങൾ രണ്ടാൾക്കും, ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, പക്ഷെ അത് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് കാണുന്നുണ്ട്, പക്ഷേ ഇത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അത് ഇതുവരെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല വെച്ചാൽ ഇങ്ങനെയാണ് ഇത് എന്താ വേണ്ടേ, ഫ്യൂച്ചർ എന്താ അല്ല, അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഇന്നർ സ്ട്രെങ്ത് വേണം. നിങ്ങൾക്ക് രണ്ടാൾക്കും അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്?
അവർ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, അവർ റെഡിയാണ് ഈ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ. ഓക്കെ, അവർ ആക്ച്വലി പ്രിപ്പയർ ചെയ്യണു. എന്താ വെച്ചാൽ അവർക്ക് അറിയാം ഈ റിലേഷൻഷിപ്പ് ഈസി ആവാൻ പോകുന്നില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനും തയ്യാറാണ്. ഇവിടെ 2 sevens കാണാണ്ട് 7 അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ നമ്പർ കുറേ കാണുന്നുണ്ട് വെച്ചാൽ ഇതൊരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇതൊരു കൺഫർമേഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 7 ഇല്ലെങ്കിൽ 7 ഇടയ്ക്ക് കാണുന്നുണ്ട് വെച്ചാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ സീക്രറ്റ്സ് ഉണ്ട്, ഹിഡൻ ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല എന്താ ഫ്യൂച്ചർ ഉണ്ടാവുകയെന്ന്. ഈ കാര്യം നിങ്ങൾ ഓപ്പണായി ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവർക്കറിയാം ചാലഞ്ചസ് ഉണ്ടാവുമെന്ന്, അതിന് വേണ്ടിയിട്ട് അവർ റെഡിയാണ് ഫേസ് ചെയ്യാൻ. പക്ഷേ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ വെക്കണേ. പറഞ്ഞാൽ ഓപ്പണായി സംസാരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഈ കാര്യങ്ങൾ. അവർ നിങ്ങളെ മിസ് ചെയ്യണ്ട. ഇപ്പം നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാണ് വെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ നേച്ചർ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഈ സിറ്റുവേഷനിലൊരു പുതിയ തുടക്കമുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ആ സ്റ്റേറ്റിലാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണം, തീരുമാനം എടുക്കണം, എന്താ വേണ്ടേ ഫ്യൂച്ചറിൽ. അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്. പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറേ ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ ഉണ്ടാവുമോ അത് നിങ്ങൾക്ക് അറിയില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉള്ളത്? ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് 6 of Wands, സക്സസിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ആൻഡ് കാര്യങ്ങൾ ഇപ്പോൾ വേഗം ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ചില ഫിയേഴ്സ് നിങ്ങളെ ഇപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കുറേ ഫിയർ ഉണ്ട്, പക്ഷേ എല്ലാം പോസിറ്റീവ് ഔട്ട്കമാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? Love yourself first. Your self-respect makes you more romantically attractive. അപ്പോൾ ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ് പറയണേ യൂണിവേഴ്സ്. നിങ്ങളുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് പാടില്ല വേറെ ആളെ അക്കോമഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു സ്ഥിതി ആവരുത്. ഓക്കെ, അപ്പോൾ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ബ്ലോക്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്, സ്പാം കോൾസ്, ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ബ്ലോക്ക്ഡ് ആയിരിക്കും, ഫേക്ക് ബിസി. അപ്പോൾ ഈ പേഴ്സൺ സമയമില്ല എന്ന് അങ്ങനെ പറയുന്നുണ്ട് വെച്ചാൽ അത് ശരിയല്ല. അവർ എന്തോ അവോയ്ഡ് ചെയ്യാന്നാണ് നോക്കണേ. ഇല്ല വെച്ചാൽ ഈ കോൺവെർസേഷൻ അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കണു. ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ, ഹോൾഡിങ് ഓൺ. You must release old ties in order to have a fresh start with someone new. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ന്യൂ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് അതായിരിക്കാം. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഒന്നും ഒരു ക്ലാരിറ്റി തരുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റിൽ നിങ്ങൾ എത്തിയിരിക്കണു. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ പേഴ്സണെ റിലീസ് ചെയ്യണോ ഫൈറ്റ് ചെയ്യണോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഫിക്സിങ് ദം, യു കാൺ ഫിക്സ് സമ്മൺ. They have to want to change, accept them or let them go. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.